ഞാൻ സ്വതന്ത്രനായി ഈ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഈ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലും ഈ അവമാനം, ഈ പാർട്ടിക്ക് യോജിക്കാത്ത പെരുമാറ്റം, പാർട്ടിയെപ്പറ്റി അറിയാത്തവർ പാർട്ടി വക്താക്കളായി വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ കാണിച്ചു കൂട്ടുന്നത്, ബ്രാഞ്ചിൽ പോലും പ്രവർത്തിക്കാൻ കഴിയാത്ത സ്ഥിതി, ആ സ്ഥിതിയിൽ ഞാൻ പാർട്ടി മെമ്പർഷിപ്പിൽ നിന്ന് ഒഴിവായി. 2-3 ആഴ്ചയായി പുതുക്കിയില്ല. നമസ്കാരം. ഒടുവിൽ പിണറായി വിജയനെയും CPM-നെയും കിടുകിട വിറപ്പിച്ചുകൊണ്ട് ആലപ്പുഴയിലെ ഗർജിക്കുന്ന സിംഹമായ 63 വർഷത്തെ CPM-ലെ പാരമ്പര്യമുള്ള, ആലപ്പുഴയിലും പുന്നപ്പറയിലും CPM-ന്റെ ചെങ്കൊടിയേന്തി എന്നും നടന്നിട്ടുള്ള പ്രസ്ഥാനത്തിന് വേണ്ടി, അടിസ്ഥാന വർഗത്തിന് വേണ്ടി ജീവിച്ചിട്ടുള്ള, ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന മുൻ മന്ത്രിയും 4 തവണ ആലപ്പുഴയിൽ നിന്നും അമ്പലപ്പുഴയിൽ നിന്നും MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ട G. സുധാകരൻ ആഞ്ഞടിച്ചിരിക്കുന്നു സർക്കാരിനെതിരെ, CPM-നെതിരെ. നേരിട്ട് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, അല്ലെങ്കിൽ ആർക്കും ഈ 63 വർഷക്കാലത്തിനിടയ്ക്ക് സ്വന്തം പാർട്ടിയിലുള്ള ആർക്കും ഞാൻ ഒരു പരാതി അയച്ചിട്ടില്ല, ഒരു പാർട്ടി ഘടകത്തിന് ഞാൻ ഒരു പരാതി അയച്ചിട്ടില്ല. എന്നാൽ എനിക്ക് കൃത്യമായ പരാതികളുണ്ട്. അത് ജനത്തിന്റെ മുന്നിൽ ഞാൻ പങ്കുവെക്കും. 2026 അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. ആരും എനിക്കൊരു പിന്തുണ അറിയിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടില്ല, ആരുമായി ഞാൻ സംസാരിച്ചിട്ടില്ല. എന്നാൽ പിന്തുണ ആരെങ്കിലും തരും, ആ തരുന്ന ആളുകളുമായി താങ്കൾ സഹകരിക്കുമോ എന്നുള്ള ചോദ്യത്തിന് അത് ഏത് തരത്തിലുള്ള പിന്തുണയായിരിക്കും എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും ഞാൻ പിന്തുണ സ്വീകരിക്കണമോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുക എന്നുള്ളതാണ് ഇന്ന് സ്വന്തം വീട്ടിൽ വെച്ച് നടത്തിയ പത്രസമ്മേളനത്തിൽ G. സുധാകരൻ ആഞ്ഞടിച്ചുകൊണ്ട് പ്രസ്താവിച്ചത്. പാർട്ടിയിൽ നിന്നും തനിക്ക് ഈ കഴിഞ്ഞ കുറെ കാലങ്ങളായി അനുഭവിക്കേണ്ടി വന്ന ദുരവസ്ഥകളെ കുറിച്ച് എണ്ണി പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം. പാർട്ടിയിൽ ഒരു സഖാവ് എങ്ങനെയായിരിക്കണം? സഖാവ് എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലുള്ള സിദ്ധാന്തങ്ങളെയാണ്, ആദർശങ്ങളെയാണ് മുറുകെ പിടിക്കേണ്ടത്? ജനത്തിനു വേണ്ടി ഈ പാർട്ടിയെ ഏത് തരത്തിൽ നയിക്കണം, മുന്നോട്ട് കൊണ്ടുപോകണം? പാർട്ടി നേതാവും പാർട്ടി അണികളുമെല്ലാം ഏത് തരത്തിലുള്ള ആദർശങ്ങളിൽ ഊന്നിയായിരിക്കണം ജീവിക്കേണ്ടത്, എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതിൻ്റെ കൃത്യമായ ഒരു പരിച്ഛേദം തന്നെയായിരുന്നു G. സുധാകരന്റെ പത്രസമ്മേളനം. ഞാൻ മത്സരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെയല്ല എന്ന് അദ്ദേഹം എടുത്തു പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാൻ മത്സരിക്കുന്നത് അഴിമതിക്കെതിരെയാണ്. അതായത് രാജ്യത്തിൻ്റെയും കേരള സംസ്ഥാനത്തിൻ്റെയും അഴിമതിക്കെതിരെയാണ് താൻ മത്സരിക്കുന്നത് എന്ന് G. സുധാകരൻ വ്യക്തമാക്കുമ്പോൾ ഇന്ന് ഈ സർക്കാരിൻ്റെ നെറുകേടുകൾക്ക് കൂടി എതിരെയാണ് അദ്ദേഹം മത്സരിക്കുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്നു. സംസ്ഥാനത്ത് അല്ലെങ്കിൽ രാജ്യത്ത് അഴിമതി നടക്കുന്നത് ഏത് തരത്തിലാണ്? സംസ്ഥാനത്ത് ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അത്ര തരത്തിലുള്ള വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നു. ഇതിന് ഉത്തരവാദി ആരാണ്? സാധാരണക്കാരായ ജനങ്ങളല്ലല്ലോ, ഭരിക്കുന്ന പക്ഷം തന്നെയാണ്. പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഭരണ നയ വൈകല്യങ്ങൾ കൊണ്ട് തന്നെയാണ്. ഇച്ഛാശക്തിയില്ലാത്ത, വേണ്ടത്ര കാര്യക്ഷമതയില്ലാത്ത ഭരണകൂടം ഉണ്ടായിക്കഴിഞ്ഞാൽ ജനങ്ങളുടെ സൗകര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ എങ്ങനെ വികസിപ്പിക്കണം എന്നുള്ള ചിന്ത അവർക്കറിയില്ല. റോഡുകളും പാലങ്ങളും മാത്രം പണിയുന്നതാണ് വികസനത്തിൻ്റെ മുഖമുദ്ര എന്ന് ധരിച്ചിരിക്കുന്ന സർക്കാരുകൾക്ക് കൃത്യമായി ജനങ്ങളുടെ വികാരം മനസ്സിലാക്കാൻ കഴിയണം എന്ന് തന്നെയാണ് സുധാകരന്റെ പത്രസമ്മേളനം ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. എന്തായാലും താൻ ആലപ്പുഴ ജില്ലയിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും, നിയമസഭയിൽ മത്സരിക്കും എന്ന് തന്നെയാണ് സുധാകരൻ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ താൻ ഏതെങ്കിലും, അതായത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെതിരെയല്ല താൻ മത്സരിക്കുന്നത്. CPM-ൽ നിന്നുള്ള സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ മത്സരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും താങ്കളുടെ താല്പര്യം എന്ന് ചോദിച്ചപ്പോൾ CPM-ന്റെ സ്ഥാനാർത്ഥി മത്സരിക്കട്ടെ. എല്ലാവരും മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടിയാണല്ലോ, അധികാരത്തിന് വേണ്ടിയാണല്ലോ, അല്ലാതെ സന്യസിക്കാൻ വേണ്ടി ആരും മത്സരിക്കുന്നില്ലല്ലോ എന്നാണ് അദ്ദേഹം ഹാസ്യദ്യോതകമായി, പരിഹാസ്യദ്യോതകമായി തന്നെ സംസാരിച്ചത്. കുറെ കാലങ്ങളായി G. സുധാകരൻ പാർട്ടിയിൽ നിന്നും വിട്ടുനിൽക്കുന്ന തരത്തിലായിരുന്നു. എന്നാൽ ഈ കുറി അദ്ദേഹം CPM-ന്റെ മെമ്പർഷിപ്പ് സ്ക്രൂട്ടൈനിങ്ങിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിന്നു. താൻ ഇനി CPM-ന്റെ മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല, താൻ പാർട്ടിയിലില്ല. എന്നാൽ താൻ പാർട്ടി അനുഭാവിയായിരിക്കും എന്ന് സുധാകരൻ എപ്പോഴും എടുത്തു പറയുന്നു. പാർട്ടിക്കെതിരെയല്ല താൻ മത്സരിക്കുന്നത്, അഴിമതിക്കെതിരെയാണ്. അഴിമതി കൊടികുത്തി വാഴുന്ന നാട്ടിൽ നിന്നും അഴിമതിയെ ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന രീതിയിൽ നാളിതുവരെയുള്ള എൻ്റെ പ്രവർത്തന ശൈലി. ഇനിയും അതുണ്ടാകും. ഞാൻ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു. എന്നാൽ പാർട്ടിയിൽ ഞാൻ മെമ്പർഷിപ്പ് എടുക്കുന്നില്ല. പാർട്ടിക്ക് പുറത്തു നിന്നുകൊണ്ട് തന്നെ പാർട്ടിയോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട്, അതുകൊണ്ട് അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് താൻ പ്രവർത്തിക്കും. അതുകൊണ്ടുകൂടി തന്നെയാണ് താൻ അഴിമതിക്കെതിരായി
തന്റെ മണ്ഡലത്തിൽ നിന്നും മത്സരിക്കാൻ ഒരുങ്ങുന്നത് എന്നാണ് ജി സുധാകരൻ വ്യക്തമാക്കിയത്. പിണറായി വിജയൻ നേരിട്ട് വിളിക്കാത്തതിലുള്ള അതൃപ്തിയാണോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം കൃത്യമായി തന്നെ മറുപടി പറഞ്ഞു. താൻ ആരോടും പരാതി പറഞ്ഞിട്ടില്ല, പിന്നെ ആളുകൾ വിളിക്കാത്തതിൽ താൻ എന്തിനാണ് പരിഭവം കാണിക്കുന്നത് എന്നുകൂടി ജി സുധാകരൻ എടുത്തടിച്ച് പോലെ മറുപടി പറഞ്ഞു. പാർട്ടിയിൽ താൻ ഒരു കാരണവശാലും ഒരു ഘടകത്തിൽ എപ്പോഴും ഒരിക്കലും പരാതി കൊടുത്തിട്ടില്ല. തനിക്കുള്ള പരാതികൾ ഇതാണ്. കാരണം പാർട്ടിയിൽ നിന്നും തനിക്കുണ്ടായിട്ടുള്ള അവമതിപ്പുകൾ, അവഹേളനങ്ങൾ കൃത്യമായി തന്നെ സുധാകരൻ എണ്ണി രേഖപ്പെടുത്തുകയുണ്ടായി. എന്തായാലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജി സുധാകരനെ പോലെ ജനകീയ സ്വീകാര്യതയുള്ള ഒരു നേതാവ് പാർട്ടിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതും സ്വതന്ത്രനായി മത്സരിക്കുന്നതും CPM-ന് വലിയ തലവേദനയുണ്ടാകും. കമ്മ്യൂണിസത്തിന്റെ ഈറ്റില്ലം അല്ലെങ്കിൽ കമ്മ്യൂണിസത്തെ കേരളത്തിൽ വളർത്തിയ നാട് എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ആലപ്പുഴയിലും പുന്നപ്രയിലുമെല്ലാം കമ്മ്യൂണിസ്റ്റിന്റെ തികഞ്ഞ ആദർശശുദ്ധിയുള്ള ജനകീയ സ്വീകാര്യതയുള്ള ഒരു നേതാവ് മാറി നിന്നുകൊണ്ട് സ്വതന്ത്രനായി മത്സരിക്കുമ്പോൾ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന അനുഭവം തന്നെയാണ്. അഴിമതിക്കെതിരെയാണ് തന്റെ പ്രവർത്തനം അല്ലെങ്കിൽ തന്റെ മത്സരം എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും പിണറായി വിജയന്റെ മന്ത്രിസഭയിലുള്ള അഴിമതിക്കാരായ മന്ത്രിമാർക്കും എതിരെ തന്നെയാണ് ജി സുധാകരൻ വിരലുയർത്തുന്നത്. എന്നാൽ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെയോ പിണറായി വിജയനെയോ ആരെയും തന്നെ പേരെടുത്ത് പറയാതെ തന്നെയാണ് ജി സുധാകരൻ പറഞ്ഞത് താൻ അഴിമതിക്കെതിരെയാണ് മത്സരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ സുധാകരൻ വിരൽ ചൂണ്ടിയിരിക്കുന്നത് പിണറായി വിജയന് നേരെയാണ്, പിണറായി വിജയൻ മന്ത്രിസഭയ്ക്കെതിരെയാണ്. എന്തായാലും ആലപ്പുഴയിൽ നിന്നും അല്ലെങ്കിൽ അമ്പലപ്പുഴയിൽ നിന്നും ജി സുധാകരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണെങ്കിൽ കോൺഗ്രസ് അദ്ദേഹത്തിന് പിന്തുണ നൽകുന്ന കാര്യം പരിഗണിക്കുന്നു എന്ന് നേരത്തെ തന്നെ കോൺഗ്രസ് വക്താക്കളുടെ ഭാഗത്തു നിന്നും ഒരു അറിയിപ്പുണ്ടായിരുന്നു. അനൗദ്യോഗികമായ അറിയിപ്പായിരുന്നു. എന്തായാലും ആരും തന്നെ ഇതുവരെയും പിന്തുണയുമായി സമീപിച്ചിട്ടില്ല. ആരെങ്കിലും പിന്തുണയുമായി എത്തുകയാണെങ്കിൽ ഏത് അർത്ഥത്തിലുള്ള പിന്തുണയാണ്, അവരുടെ പരിപാടികൾ എന്താണ് എന്നുള്ളത് കൃത്യമായി അറിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും താൻ പിന്തുണ സ്വീകരിക്കുക എന്നുകൂടി ജി സുധാകരൻ വ്യക്തമാക്കി. അതായത് ആർക്കും താൻ ബ്ലാങ്ക് ചെക്ക് ഒപ്പിട്ട് കൊടുത്തിട്ടില്ല. തൻ്റെ മത്സരിക്കാനുള്ള താല്പര്യം, സ്വതന്ത്രനായി മത്സരിക്കും എന്നുള്ള താല്പര്യം അടിയുറച്ചത് തന്നെയാണ്. അതിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുധാകരൻ പത്രസമ്മേളനം അവസാനിപ്പിക്കുമ്പോൾ അത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെയും ഉള്ള താക്കീത് തന്നെയായിരുന്നു. CPM എങ്ങനെയായിരിക്കണം, CPM സഖാക്കൾ എങ്ങനെയായിരിക്കണം എന്നുകൂടി അദ്ദേഹം തൻ്റെ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കുകയുണ്ടായി. ഇത് പിണറായി വിജയനെതിരെയുള്ള ഒരു തുറന്ന യുദ്ധം തന്നെയായി മാറും. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജി സുധാകരൻ മത്സരിക്കുമ്പോൾ അത് CPM-ന് വലിയ ക്ഷീണമുണ്ടാക്കും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുക. ഇതേ തുടർന്ന് ഇനി എന്തെല്ലാം പൊട്ടിത്തെറികളാണ് പാർട്ടിയിൽ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം. അപ്പോൾ ഈ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലും ഈ അവമാനം, ഈ പാർട്ടിക്ക് യോജിക്കാത്ത പെരുമാറ്റം, പാർട്ടിയെ പറ്റി അറിയാത്തവർ പാർട്ടി വക്താക്കളായി വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നത്, ബ്രാഞ്ചിൽ പോലും പ്രവർത്തിക്കാൻ കഴിയാത്ത സ്ഥിതി, ആ സ്ഥിതിയിൽ ഞാൻ പാർട്ടി മെമ്പർഷിപ്പിൽ നിന്ന് ഒഴിവായി. 2-3 ആഴ്ചയായി പുതുക്കിയില്ല. പാർട്ടി മെമ്പറല്ല, അത്രയേ ഉള്ളൂ. ഞാൻ സ്വതന്ത്രനായി ഈ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നു. ആ കാര്യം അറിയില്ല. അങ്ങനെ പറയുമ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ഒന്നും പറയില്ല, ഒരാളെയും വ്യക്തിഗത ചെയ്യില്ല. എന്നെ വ്യക്തിഗത ചെയ്താൽ അവരെ ജനങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടിക്കോളും. ഇതാണ് എനിക്ക് പറയാൻ. അല്പം നീണ്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക.